ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ്. മലയാളത്തിലെ നമ്മുടെ എത്രാമത്തെ പാഠമാണ്? നമ്മുടെ 4ാമത്തെ പാഠം അപ്പൂപ്പൻ താടി. അപ്പോൾ നമ്മുടെ 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും പാഠങ്ങൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിലാണ് ഉള്ളത്. നമ്മുടെ 4ാമത്തെ പാർട്ടും 4ാമത്തെ ചാപ്റ്ററും 5ാമത്തെ ചാപ്റ്ററും 6ാമത്തെ ചാപ്റ്ററുമാണ് നമ്മുടെ സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അപ്പോൾ നമ്മുടെ 2ാമത്തെ പാർട്ട് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ അപ്പൂപ്പൻ താടി. അപ്പോൾ അപ്പൂപ്പൻ താടി എന്നുള്ള പാഠത്തിൽ നമുക്ക് എത്ര പാഠങ്ങളാണ് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. വാതിൽ എന്ന ഭാഗത്ത് നമുക്ക് പയ്യെ പയ്യെ എന്നുള്ളൊരു കവിതയുണ്ട്. പിന്നെ ഫസ്റ്റത്തെ പാഠം നമ്മുടെ യൂണിറ്റ് 4 അപ്പൂപ്പൻ താടിയിലെ ഫസ്റ്റത്തെ പാഠമാണ് വേഴാമ്പൽ. വേഴാമ്പലിൽ നമുക്ക് 2 പാഠങ്ങളാണ് പഠിക്കാനുള്ളത്. വേനലും മഴ മഴ മഴയോട് മഴ. അതേപോലെ 2ാമത്തെ പാഠം ഭൂമിക്ക് ചന്തമേകുന്നവർ. ഭൂമിക്ക് ചന്തമേകുന്നവരിൽ നമുക്ക് 3 പാഠങ്ങളുണ്ട്. മുല്ല പൂത്തപ്പോൾ, മരുന്ന്, മണ്ണെ നമ്പി. പാഠം 3ന്റെ പേര് കാഴ്ചകൾ കാണാൻ പോകുന്നവരെ. അതിലെ 3 ഭാഗങ്ങളുണ്ട്. ഹലോ ഗായ്സ്, ഭൂമിയിലെത്തിയ വിരുന്നുകാർ, സവാരി. ഇത്രയും പാഠങ്ങളാണ് നമ്മുടെ 4ാമത്തെ യൂണിറ്റിലുള്ളത്. അപ്പം നമുക്ക് ഫസ്റ്റത്തെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മുടെ വാതിൽ എന്ന ഭാഗത്തുള്ള പയ്യെ പയ്യെ എന്നുള്ള കവിതയാണ്. നമ്മുടെ 4ാമത്തെ പാഠം അപ്പൂപ്പൻ താടി, 4ാമത്തെ യൂണിറ്റ് അപ്പൂപ്പൻ താടിയിൽ ഫസ്റ്റ് തന്നെ ഒരു കവിത കൊടുത്തിട്ടുണ്ട് അല്ലേ? ആരുടെ കവിതയാണ്? നമ്മുടെ കവയിത്രി വിജയലക്ഷ്മിയുടെ കവിതയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം വായിച്ചു നോക്കാം. അക്ഷരം കൊത്തിയ തത്തമ്മ ആകാശത്തുഞ്ചത്തു ചേക്കേറി, ആരാരും പോകാത്ത ദൂരങ്ങൾ, ആരാരും കാണാത്ത മേഘങ്ങൾ, 51 അക്ഷരം കൂട്ടുണ്ട്, അമ്പിളി നക്ഷത്രം കൂട്ടുണ്ട്. നമ്മുടെ മലയാളം അക്ഷരങ്ങൾ എത്രയാണുള്ളത്? 51 അക്ഷരമാണ് അല്ലെ? നമ്മുടെ മലയാള അക്ഷരങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയണത്. ആരാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്? കവയിത്രി വിജയലക്ഷ്മി. നമ്മുടെ വാതിൽ എന്ന ഭാഗത്തുള്ള കവിതയുടെ പേരെന്താ? പയ്യെ പയ്യെ. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ? എന്താണ് ഇവിടെ ചിത്രത്തിൽ കാണുന്നത്? എന്താ? ഒരു വീടിനടുത്ത് പശുത്തൊഴുത്തുണ്ട്. അതുപോലെ നമുക്ക് വൈക്കോൽ കൂനിയും പശുവൊക്കെ ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് കവിത ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. കവിതയുടെ പേര് പയ്യെ പയ്യെ. പയ്യെ പയ്യെ നീ എന്താ പിന്നെ കുട്ടിക്ക് പാല് കൊടുക്കാത്തെ? ഇത് ആരാണ് ചോദിക്കുന്നത്? ചോദ്യ രൂപത്തിലാണ്, നാടൻ പാട്ടാണിത്. ഇത് ആരാണ് ചോദിക്കുന്നത്? ഒരു കുട്ടി ചോദിക്കുകയാണ്. കുട്ടി ആരോടാണ് ചോദിക്കുന്നത്? പയ്യനോട് അല്ലെ? പയ്യെന്ന് വെച്ചാൽ ആരാ? പശുവിനെയാണ് പയ്യെന്ന് പറയുക. പയ്യനോട് ചോദിക്കുകയാണ്, പയ്യെ പയ്യെ നീ എന്താ പിന്നെ കുട്ടിക്ക് പാല് കൊടുക്കാത്തെ? എന്ന് വെച്ചാൽ പശുക്കുട്ടിക്ക് നീ എന്താ പാല് കൊടുക്കാത്തെ എന്ന് ചോദിക്കുകയാണ്. കൊടുക്കുമോ ഞാൻ കൊടുക്കുമോ, ഞാൻ പാടത്തു കറുക മുളയ്ക്കാഞ്ഞാൽ. പാടത്ത് കറുക മുളയ്ക്കാഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് പാല് കൊടുക്കുക എന്ന് പയ്യ എന്ത് ചെയ്യാണ്? കുട്ടിയോട് മറുപടി പറയുകയാണ്. അപ്പൊ അടുത്ത കുട്ടി എന്ത് ചെയ്തു? കറുകയോട് ചോദിക്കാൻ പോയി. കറുകെ നീ എന്താ പിന്നെ പാടത്തു നേരത്ത് മുളയ്ക്കാത്ത? അപ്പൊ കറക്റ്റ് സമയത്ത് നീ എന്താ പാടത്ത് മുളയ്ക്കാത്തെന്ന് കറുകയോട് ചോദിക്കുകയാണ് കേട്ടോ. പശു കഴിക്കുന്നതാണ് കറുക. അപ്പൊ കറുക പുല്ല് എന്നൊക്കെ പറയും. അത് പശു കഴിക്കുന്നതാണ്. അപ്പൊ പയ്യന് എന്തുകൊണ്ടാണ് കുട്ടിക്ക് പാല് കൊടുക്കാൻ പറ്റാത്തത്? കറുക മുളയ്ക്കാഞ്ഞത് കൊണ്ട് അല്ലെ? അപ്പൊ കറുകയോട് കുട്ടി ചോദിക്കുകയാണ്, നീ എന്താണ് പാടത്ത് നേരത്ത് മുളയ്ക്കാത്തത് എന്താന്ന് ചോദിക്കുകയാണ്. അപ്പൊ കറുക എന്ത് മറുപടി കൊടുത്തു? മുളയ്ക്കുമോ ഞാൻ ഇടിവെട്ടി മഴ പെയ്യാഞ്ഞാൽ. അപ്പൊ ഇടിവെട്ടി മഴ പെയ്യാഞ്ഞാൽ ഞാൻ എങ്ങനെയാ മുളയ്ക്കാന്ന് കറുക മറുപടി കൊടുത്തു. മഴയെ നീ എന്താ പിന്നെ കാലത്തു നേരത്ത് പെയ്യാത്തെ? അപ്പൊ കുട്ടി എന്ത് ചെയ്തു? മഴയോട് ചോദിക്കുകയാണ്, എന്താണ് നീ കാലത്ത് നേരത്ത് മഴ പെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ എന്താ മഴ മറുപടി കൊടുത്തത്? പെയ്യുമോ ഞാൻ പൂവൻ കോഴി കൂവാഞ്ഞാൽ. അപ്പൊ പൂവൻ കോഴി കൂവാത്തത് കൊണ്ടാണ് ഞാൻ കാലത്ത് പെയ്യാത്തത് എന്ന് മഴ എന്ത് ചെയ്യണം? മറുപടി പറയണം അല്ലെ? അപ്പൊ നേരെ കുട്ടി എന്ത് ചെയ്തു? കോഴിയോട് ചോദിക്കുകയാണ്, കോഴി നീ എന്താ പിന്നെ കാലത്തു നേരത്ത് കൂവാത്തെ? കൂവുമോ ഞാൻ ഞങ്ങളിൽ ഒന്നിനെ പിടിച്ചാൽ. അപ്പൊ കോഴി എന്ത് മറുപടി കൊടുത്തു? എങ്ങനെയാണ് കൂവുക? ഞങ്ങളിൽ ഒന്നിനെ പിടിച്ചാൽ വെച്ചാൽ ആരോ വന്ന് ഒരു കോഴിയെ പിടിച്ചിട്ട് പോയില്ലേ? ഞങ്ങളിൽ ഒരാളിനെ പിടിച്ചിട്ട് പോയാൽ ഞങ്ങൾ എങ്ങനെയാണ് കൂവുക എന്ന് കോഴി മറുപടി കൊടുക്കുകയാണ്. അപ്പൊ കുട്ടി എന്ത് ചെയ്യാണ്? കുറുക്ക നീ എന്താ പിന്നെ പൂവൻ കോഴിയെ പിടിച്ചത്? അപ്പൊ ആരാണ് കോഴിയെ പിടിച്ചത്? കുറുക്കനാണ് പിടിച്ചത് അല്ലെ? അപ്പൊ കുട്ടി കുറുക്കനോട് ചോദിക്കുകയാണ്, കുറുക്ക നീ എന്താ പൂവൻ കോഴിയെ പിടിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ കുറുക്കൻ എന്ത് മറുപടി കൊടുത്തു? പിടിക്കില്ലാമോ ഞാൻ തിന്നണ സാധനം കണ്ടാല്. ഇപ്പൊ തിന്നണ സാധനം കണ്ടാൽ തീർച്ചയായിട്ടും പിടിക്കുമെന്ന് കുറുക്കൻ മറുപടി പറയാണ് അല്ലെ? ഇതൊരു നാടൻ പാട്ടാണത്. നമ്മുടെ പയ്യെ എന്നുള്ളത്, പയ്യെ എന്ന് പറഞ്ഞാൽ പതുക്കെ എന്നല്ല ഇവിടെ അർത്ഥം. ഇവിടെ എന്താണ്? അത് പശുവിനെയാണ് പറയണത് കേട്ടോ. ഇതൊരു നാടൻ പാട്ടാണത്. നമുക്ക് ഇനി അടുത്തതിൽ ചോദ്യോത്തരങ്ങളിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ നാടൻ പാട്ട് താളമിട്ട് ചൊല്ലുന്നതാണ്. നമ്മുടെ നാടൻ പാട്ട് ഈണത്തിൽ താളമിട്ട് എന്ത് ചെയ്യുക? ക്ലാസ്സിൽ അവതരിപ്പിക്കുക. താളമിട്ട് ചൊല്ലാനാണ് പറയണത്. അടുത്തത് 2ാമത്തെ ചോദ്യം, മഴ പെയ്യാതിരുന്നാൽ ഞാൻ
ഞാൻ എങ്ങനെ മുളയ്ക്കും? ഇത് കറുകയുടെ ചോദ്യമാണ്. മറ്റെന്തെല്ലാം ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ പാട്ടിലുള്ളത്? അപ്പൊ ഇവിടെ കുറെ ചോദ്യങ്ങളും ഉത്തരങ്ങളും രൂപത്തിലാണ് ഈ നാടൻ പാട്ടുള്ളത് അല്ലെ. അപ്പൊ മഴ പെയ്യാതിരുന്നാൽ ഞാൻ എങ്ങനെ മുളയ്ക്കും? ഇത് കറുകയുടെ ചോദ്യമാണ്. ഇതുപോലെ വേറെ എന്തൊക്കെ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് ഈ പാട്ടിലുള്ളത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമ്മൾ കണ്ടെത്തി എഴുതാം. പാടത്ത് കറുക മുളയ്ക്കാത്തത് എന്തുകൊണ്ട്? എന്തുകൊണ്ടാ? ഇടിവെട്ടി മഴ പെയ്യാത്തത് കൊണ്ട്. അടുത്ത ചോദ്യം, മഴയെ നീ എന്താ കാലത്തു നേരത്തെ പെയ്യാത്തത്? എന്താ കാരണം? പൂവൻ കോഴി കൂവാത്ത കൊണ്ട്. അടുത്ത ചോദ്യം എന്താ? കോഴി നീ എന്താ കാലത്തു നേരത്തെ കൂവാത്തത്? കുറുക്കൻ കോഴിയെ പിടിച്ചു തിന്നതിനാൽ. അടുത്ത ചോദ്യം കുറുക്കനോടാണ്. കുറുക്ക നീ എന്തിനാ പൂവൻ കോഴിയെ പിടിച്ചത്? തിന്നുന്ന സാധനം ആയതുകൊണ്ട്. അല്ലെ. അപ്പൊ അങ്ങനെ ചോദ്യങ്ങളും ആ ചോദ്യത്തിന്റെ ഉത്തരങ്ങളുമാണ് ഇവിടെ എഴുതേണ്ടത്. അടുത്ത ലാസ്റ്റ് ചോദ്യം, ചില ചോദ്യോത്തര പാട്ടുകൾ ടീച്ചർ ചൊല്ലിത്തന്നല്ലോ, അവ താളമിട്ട് പാടൂ. അപ്പൊ ചോദ്യോത്തര പാട്ടുകൾ എന്ന് വെച്ചാൽ എന്താ? ചോദ്യം അതിനൊരു ഉത്തരം, ചോദ്യം ഉത്തരം എന്ന രീതിയിൽ വരികൾ വരുന്ന പാട്ടുകൾ നിങ്ങൾക്ക് ടീച്ചർ ചൊല്ലിത്തന്നില്ലേ? അപ്പൊ അതെന്ത് ചെയ്യാ? നല്ല താളമിട്ട് പാടാനാണ് പറയണത്. അപ്പൊ നമ്മളൊരു എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. കുഞ്ഞിക്കാറ്റേ കുളിർക്കാറ്റേ കുന്നിനപ്പുറം എവിടെ പോയി? കാവിനരികെ പുഴവക്കിൽ പൂവിൻ വീട്ടിൽ വിരുന്നിന് പോയി. അപ്പൊ ഇവിടെ നോക്കൂ, ഒരു ചോദ്യം അതിന്റെ ഉത്തരം എന്ന രീതിയിലാണ് ഈ വരികൾ ഉള്ളത്. അപ്പൊ ഇതുപോലെ ചോദ്യോത്തര പാട്ടുകൾ കണ്ടെത്തി ചൊല്ലുകയാണ് ചെയ്യേണ്ടത്. എന്ത് ചെയ്യുക? അതുപോലെ ചോദ്യോത്തര പാട്ടുകൾ കണ്ടെത്തിയിട്ട് താളമിട്ട് പാടുക. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ അപ്പൂപ്പൻ താടിയിലെ ഫസ്റ്റ് പാർട്ടിന്റെ ക്ലാസ്. അപ്പൊ നമ്മുടെ പയ്യെ പയ്യെ എന്നുള്ള കവിതയുടെ ക്ലാസ് ആയിരുന്നു. മറ്റു ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായില്ലേ? ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്